കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഈ സലൂണിന്റെ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായി. അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പേപ്പേഴ്സ്, സലൂണിന്റെ കുറച്ച് പേപ്പേഴ്സുമായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പേപ്പേഴ്സുമായിട്ട് പിന്നെ പോയി. പിന്നെ അടുത്ത ദിവസം പോയപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വന്നു, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നു പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയപ്പോൾ പുള്ളി എന്റെ അടുത്ത് വന്നു, നിങ്ങൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് വന്നു പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞിട്ട് പോയപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് വന്നു പറഞ്ഞു. എനിക്ക് തോന്നി ഇത് നടപടിയാവൂല. ഞാൻ നേരെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് പോയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഒരു 5-6 പ്രാവശ്യം ഇവിടെ വന്ന് കയറുന്നു, അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം എനിക്കൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇവരെ കാര്യം ശരിയാവാത്ത, എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല, ഇത് സിസ്റ്റത്തിലേക്ക് അടിച്ചു കയറ്റുകയോ വേണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവരെ കാര്യം ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മുടെ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വൈകുന്നേരം എനിക്ക് കോള് വന്നു, നിങ്ങളതൊക്കെ സിസ്റ്റത്തിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇനി അക്ഷയയിലേക്കാ പോകേണ്ടത്, അവിടെ നിന്ന് ഇനി ബാക്കി ചെയ്യേണ്ടത് പറഞ്ഞു. അങ്ങനെ അക്ഷയയിലെത്തിയപ്പോ ആ ലേഡി എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കെട്ടിട നമ്പർ മാറ്റിയടിച്ചിട്ടാന്നുള്ളത് എന്ന് പറഞ്ഞു, മാറിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് പഞ്ചായത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന്, ഓഫീസിലെ സിസ്റ്റത്തിന് മാത്രമേ റെഡിയാക്കാൻ പറ്റൂലൂ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി പണി പാളി എന്നുള്ളത്. ഉടനെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം കെട്ടിട നമ്പർ മാറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കിനി ബുദ്ധിമുട്ടാൻ ആവൂല പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അത് ശരിയാക്കണം അക്ഷയയിൽ പോയിട്ട്, എന്നിട്ട് ഞാൻ ശരിയാക്കി തരാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി അക്ഷയയിൽ പോവാൻ തയ്യാറല്ല, നിങ്ങൾ അനാസ്ഥ കൊണ്ട് സംഭവിച്ച കാര്യത്തിന് നിങ്ങളായിട്ട് എനിക്ക് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യൂലേ? ഞാൻ പറഞ്ഞില്ല, ഒരു കാരണവശാലും ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു 50 രൂപയോ 100 രൂപയോ മറ്റോ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയിട്ട് അക്ഷയയിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറല്ല, 50 രൂപ തരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ തീരെ ചെയ്യൂല? ഞാൻ പറഞ്ഞില്ല, ചെയ്യൂല, നിങ്ങൾ ആക്കി വെച്ച ബുദ്ധിമുട്ട് നിങ്ങളായിട്ട് തീർത്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ പ്രസിഡന്റിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, എനിക്കിത് ചെയ്തു തരണം എന്നുള്ളത്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ എന്റെ ലൈസൻസ് എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, പണിയെടുക്കാൻ മടിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്നിട്ട് വല്ല കോഴി ഫാമോ വാഴ കൃഷിയോ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നാട്ടുകാരായ പാവപ്പെട്ട മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പിന്നെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ രാജിവെച്ച് ഇറങ്ങിയാല് നല്ല ചുറുചുറുക്കുള്ള പഠിക്കുന്ന കുട്ടികൾ PSC എഴുതിയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസിലേക്ക് വരും. അത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സഹായകമാവുകയും ചെയ്യും.